friends, welcome back to another episode of SALALAH vibes. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാത്തിന്റെ വ്യൂ പോയിന്റ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളൊരു ബീച്ചിലോട്ടാണ് പോകാൻ പോകുന്നത്. ബീച്ചിന്റെ നെയിം മുഗ്സൈൽ ബീച്ച് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിൽ ചുട്ടിട്ടാണ് ഇവിടുത്തെ ഫുഡൊക്കെ കിട്ടുന്നത്. ക്യാമൽ, ചിക്കൻ, അങ്ങനെ എല്ലാ മീറ്റ് ഐറ്റംസും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സാധനം ഞാൻ പറഞ്ഞത്, കല്ലിൽ ചുട്ട് കിട്ടുന്ന ചിക്കൻ, മട്ടൺ, മീറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ നീ ഇത് കഴിച്ചിട്ടുണ്ടോ മീനു? ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അവർ ഈ ഇതിൻ്റെയൊക്കെ കൂടെ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ട്. അതിൻ്റെ ആ ഒരു മീറ്റിൻ്റെ ഓയിലൊക്കെ ഇറങ്ങിയിട്ട് അതിന് ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോ പോർഷൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബീച്ചിലും കുറേയൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ള ബീച്ചാണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഓടിച്ചൊന്ന് വിടാണ്ട് ഫുള്ള് കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇത്. അങ്ങനെ നമ്മളിപ്പോൾ മുഗ്സൈൽ ബീച്ചിൻ്റെ വേറൊരു സൈഡിലെ പോർഷനിൽ ഒരു നല്ല അടിപൊളി വ്യൂ പോയിന്റ് കണ്ടു. അങ്ങനെ നമ്മൾ ഇവിടെയാണ് കഴിക്കാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ആ മുഗ്സൈൽ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഫുള്ള് മണ്ണും തിരക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സ്ഥലമാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ തിരിച്ച് കാണിക്കാം. ഇതാണ് ആ വ്യൂ. അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ, മൊത്തത്തിൽ വന്നിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടാണ് കഴിക്കാൻ പോകുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് സത്യം പറഞ്ഞ ആഗ്രഹം. ഇവിടെ കുറേ ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലേ മീനു? കുറേ പേര് ഇവിടെ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നൈറ്റ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നൈറ്റ് സ്റ്റേ ചെയ്യുന്നുണ്ടാവില്ല. ഈ ഒരു ഡേ ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഫാമിലീസ് ഒക്കെ ഇവിടെ ടെൻറ്റ് അടിച്ചിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ബീച്ചിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നു. കാര്യം ബീച്ചിലാകുമ്പോൾ കുറച്ച് മണ്ണും അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ബോഡിയൊക്കെ നല്ല വൃത്തികേടാവൂല്ലേ. ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ഇവിടെ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണിക്കാം. ഓക്കെ, ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഇത് ചിക്കൻ ആണ്, പിന്നെ ഇത് ക്യാമലും ആണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് സ്പെഷ്യൽ പേര് പറയും. ഇത് കബൂലി എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെന്താ പറയുന്നത്? കബ്സ. കബ്സ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ മുഗ്സൈൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുട്ടി കുട്ടി കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ചുട്ട കോണും പിന്നെ ചെറിയ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഇവിടെ ഓരോ ആൾക്കാർ. പിന്നെ കുഞ്ഞ് ടോയ്സും ഒക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ. പിന്നെ ഇവിടെ നല്ല ആ ഒരു സെയിം നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയില്ലേ നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ബാക്കിലെല്ലാം കാണുന്നത്. അപ്പോൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ബീച്ചും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പറഞ്ഞ പോലെ ഇവിടാണ് കുട്ടി കുട്ടി കടകൾ. അപ്പോൾ പിള്ളേർക്ക് നമ്മളിങ്ങനെ ബബിൾസും പിന്നെ ടോയ് അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പോൾ ബീച്ചിലോട്ട് പോവും. അങ്ങനെ നമ്മളിപ്പോൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ ഷോപ്സൊക്കെ അതുകൊണ്ട് അവിടെയാണ്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഓക്കെ, അതാണ് കടകൾ നമ്മൾ നേരത്തെ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റാഫിന് ന്യൂ ടോയ് കിട്ടിയോ? ഇഷ്ടമായോ? ഇതെന്താ റാഫുട്ട, ബൈക്കാണോ? അങ്ങനെ നമ്മൾ ബീച്ച് എത്തിക്കഴിഞ്ഞു. വാവ്, അടിപൊളി വ്യൂ ആണ്. ഇതാണ് മുഗ്സൈൽ ബീച്ച്. സൂപ്പർ, അടിപൊളിയല്ലേ മീനു? നിനക്ക് ഇഷ്ടമായോ ബീച്ച്? സൂപ്പർ അല്ലേ? നല്ല രസമല്ലേ? ബീച്ച് പോലെ ഉണ്ട്. കാര്യം ഇവിടെ ഇപ്പൊ അധികം നമ്മൾ എല്ലാ ബീച്ചിൽ പോകുമ്പോഴും മലയുടെ നടുക്ക് ബീച്ച് അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത്ര തീരെ കണ്ടിട്ടുണ്ടോ നീ എവിടെയെങ്കിലും? ഇല്ല. മാത്രല്ല ഇത് വൈറ്റ് കളറിലല്ലേ ഈ വെള്ളമൊക്കെ. നേരത്തെ നമ്മൾ ചിലയിടത്തൊക്കെ നമ്മൾ ബ്ലൂ ഒക്കെ അല്ലേ കാണാറ് അല്ലേ? ഇവിടെ ഒരു ബീച്ച് കാണുന്നത് അടിപൊളിയായിട്ടുണ്ട്.
ഇവിടെയും കുറേ കടകളൊക്കെ കാണുന്നുണ്ട്. മുന്നോട്ട് ഒരു വലിയൊരു മലയും കാണുന്നുണ്ട്. ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ വേറെ കുറേ വെള്ളച്ചാട്ടം, പൂത്തിരി പോലൊക്കെ വെള്ളം പോകുന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അറ്റൻഷൻ, ഹെൽപ്പ് കീപ് ഒമാൻ ബ്യൂട്ടിഫുൾ, ഡിസ്പോസ് ഓഫ് ലിറ്റർ ആൻഡ് വേസ്റ്റ് പ്രോപ്പർലി. അപ്പോൾ ഇവിടെ ആരും ലിറ്റർ ഒന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഒരു ഏരിയ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ബീച്ചാണ്. അപ്പം ബീച്ചിൻ്റെ ഈ ഒരു വ്യൂ നിങ്ങൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വെള്ളത്തിൻ്റെ ഇങ്ങനെ ചീറ്റി വരുന്നു, മുകളിലോട്ട് വരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഇവിടെ പിള്ളേർക്കൊക്കെ ഫേസ് പെയിൻ്റ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളി ഒരു പാറയുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പാറയാണെന്നാണ് പറയുന്നത്. നല്ല ഒരു ഭംഗിയുള്ള പാറയാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ പാറ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം ചീറ്റുന്ന ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടുന്ന് ഒരു നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആ വെള്ളം ചീറ്റുന്ന അവിടോട്ടാണ് ഞങ്ങളിപ്പോൾ വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോവാണ്. കാരണം ഇവിടെ ഭയങ്കര റഷാണ്. എല്ലാ ആൾക്കാരും ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഓടി പോവാണ്. ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആണെന്നാണ് പറയുന്നത് ഈ ഒരു ബീച്ച്. ശരിക്കും അത് വെള്ളച്ചാട്ടമല്ല, എന്തോ ഒരു പ്രതിഭാസമാണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം മേളിലേക്ക് പൂത്തിരി പോലെ ചീറ്റും എന്നാണ് പറയുന്നത്. അത് കാണാനായിട്ട് നല്ല അവരതൊരു അത്ഭുതമായിട്ട് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ സലാലയിൽ കുറെ സ്ഥലങ്ങളിൽ 2-3 സ്ഥലങ്ങളാണ് പോയിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പോയത്. അവിടെ ഒന്നും കാണാത്തത്ര തിരക്ക് ഇവിടെ ഉണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നത് കാണാം. ഈ കൊറോണയുടെ സമയമായിട്ട് പോലും. അപ്പൊ നമ്മളും അത് കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കും അല്ലേ. ഇപ്പൊ റഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന പാറയുടെ ആ വഴി കൂടാണ് നമ്മളിപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ സ്പോട്ടിൽ എത്താറായി. ഒരു ഇച്ചിരിയും കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നെത്താൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. ഈ ഒരു വെള്ളച്ചീറ്റിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്നെത്തിയത്. അപ്പോൾ ഇത് പാറയുടെ അടിയിൽ കൂടി ഇങ്ങനെ വെള്ളം സ്പ്ലാഷ് ചെയ്ത് ഇങ്ങനെ തെറിച്ച് എല്ലായിടത്തും വീഴും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കയറി. ഈ ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ വെള്ളം പൂത്തിരി പോലെ തെറിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്. എല്ലാവരും ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും വീഡിയോ എടുക്കുമായിരുന്നു. നല്ല രസമാണ്. ഇപ്പോൾ ഇതിനകത്തൂടെ വെള്ളം ഇങ്ങനെ തെറിച്ച് വരും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് വരുന്നത്. നമ്മളിവിടെ ഇപ്പൊ പൂത്തിരി കത്തുന്ന പോലെ ഈ വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ ഓരോ ഷോട്ടും ഇങ്ങനെ ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഭംഗി ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പുറകിൽ ബീച്ച് നല്ല രസമാണ്. ഇവിടെ പിള്ളേരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഇവിടുത്തെ വെള്ളത്തിന്റെ ആ ചീറ്റിലൊക്കെ നമ്മളിപ്പോ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.